ബഹുമാനപ്പെട്ട അച്ഛ, സിസ്റ്റർമാരെ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഐറ ഫ്രാൻസിസ്. ഞാൻ പഠിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ തോമസ് സ്ലീഹായെ കുറിച്ചാണ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാ വർഷവും ജൂലൈ 3 ദുക്റാന തിരുനാൾ ആയി നമ്മൾ ആഘോഷിക്കുന്നു. ദുക്റാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്തായ സാക്ഷിയായ മാർ തോമസ് സ്ലീഹായെ ഓർക്കുന്ന വിശേഷ ദിനമാണ് ഇത്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാർ തോമസ് സ്ലീഹ ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഈശോയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നാൽ ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുത്തെ മുറിവുകൾ കാണുകയും സ്പർശിക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. എന്നാൽ സ്നേഹനിധിയായ ഈശോ തോമാസിനെ ശാസിച്ചില്ല. പകരം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുറിവുകൾ കാണിച്ചു. അപ്പോൾ തോമാസിൻ്റെ ഹൃദയം വിശ്വാസത്തിൽ നിറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെയും കണ്ണുനിറഞ്ഞും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ ഒരു വാക്ക് എന്നും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യവർ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലായി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം മാർ തോമസ് സ്ലീഹ തൻ്റെ ജീവിതം മുഴുവൻ ഈശോയെ അറിയിക്കുന്നതിനായി സമർപ്പിച്ചു. ദൂരെ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഇന്ത്യയിലെത്തി. നമ്മുടെ കേരളത്തിൽ AD 52 എത്തി. സുവിശേഷം പ്രസംഗിക്കുകയും അനേകം ആളുകളെ ഈശോയെ അറിയിക്കുകയും ചെയ്തു. കേരളത്തിൽ 7.5 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടയ്ക്കാവ് പള്ളിയും ഉണ്ട്. അതുകൊണ്ടാണ് നാം അഭിമാനത്തോടെ പറയുന്നത്, വിശ്വാസം നമ്മിലേക്ക് എത്തിച്ച് മാർ തോമസ് സ്ലീഹായാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് നിരവധി കഷ്ടപ്പാടുകളും എതിർപ്പുകളും നേരിടേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടില്ല. ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോയി. ഒടുവിൽ വിശ്വാസത്തിനു വേണ്ടി AD 72 സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് രക്തസാക്ഷിയായി. ആ ദിനത്തിൻ്റെ ഓർമ്മയാണ് ദുക്റാന തിരുനാൾ. അതുകൊണ്ടാണ് മാർ തോമസ് സ്ലീഹായെ നാം വലിയ ആദരവോടെ ഓർക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാർ തോമസ് സ്ലീഹായുടെ ജീവിതം നമ്മെ വളരെ വിലപ്പെട്ട ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, സംശയം വന്നാലും ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. രണ്ടാമതായി, വിശ്വാസങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലും കാണിക്കണം. സ്നേഹിക്കുക, സത്യം പറയുക, പ്രാർത്ഥിക്കുക, മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുക, ആവശ്യമുള്ളവരെ സഹായിക്കുക. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. മൂന്നാമതായി,
ധൈര്യത്തോടെ നമ്മുടെ പക്ഷത്ത് നിൽക്കണം. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ശരിയായ കാര്യം ചെയ്യാൻ നാം തയ്യാറാകണം. ദുക്രാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്കെല്ലാവർക്കും മാർത്തോമാ ശ്ലീഹായെപ്പോലെ ഉറച്ചു വിശ്വാസമുള്ളവരും സ്നേഹമുള്ളവരും ധൈര്യമുള്ളവരും ഈശോയെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കുന്നവരുമാകാൻ പരിശ്രമിക്കാം. മാർത്തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥം നമ്മെല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും ദുക്രാന തിരുനാളിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി.